കോൺഗ്രസ് നേതാവിനോട് തന്നെ ചോദിക്കട്ടെ. ജിൻഡോ പറയട്ടെ. ജിൻഡോ, ഇതിലൊരു ചട്ടലംഘനം എന്നതാണ് പരാതിക്കാരൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസിന്റെ ശുപാർശ, തൊട്ടു പിന്നാലെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട്, ഇതിനെ ഏത് രൂപത്തിലാണ് കോൺഗ്രസ് കാണുന്നത് ജിൻഡോ? സ്മൃതി, ഞാൻ ഇപ്പോൾ സംസാരിച്ച ജെയ്സൺ ഫാനികളങ്ങനോടൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പദ്ധതിയിൽ ശരിക്കും എന്താ പ്രശ്നം? 2018 പ്രളയം ബാധിച്ച ഒരു നാട്ടിലെ ജനതയോട് നീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി ചെയ്ത ഒരു പ്രോജക്റ്റ്, അത് ഈ സംസ്ഥാനമൊട്ടാകെ മാതൃകാപരമായി നടപ്പാക്കേണ്ടതാണ്. ഈ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്രയും ശ്രമിച്ച സർക്കാർ സംവിധാനങ്ങളും പരാതിക്കാരനടക്കം കേരളത്തിൽ പ്രളയം ബാധിച്ച മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ആ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കിയ രീതി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായേനെ. 300 ചില്ലാൻ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്നു, ലാപ്ടോപ്പ് നൽകുന്നു, തയ്യൽ മെഷീൻ നൽകുന്നു, ജീവനോപാധിയും ജീവിതോപാധിയും നൽകുന്ന ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ സഹായം അർഹിക്കുന്ന ആളുകളെയും സഹായിക്കാൻ മനസ്സുള്ള ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ മാത്രമായിരുന്നു വി ഡി സതീശൻ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യമല്ലേ അത്? അല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസും അല്ലെങ്കിൽ സ്റ്റാറ്റസും ഇട്ട് മാത്രം നടന്നാൽ മതിയാമായിരുന്നോ? അങ്ങനെയല്ലല്ലോ അദ്ദേഹം ചെയ്തത്. കേരള സർക്കാർ പോലും പരാജയപ്പെട്ട രംഗത്ത് ഒരു MLA മാത്രമായിരിക്കുന്ന ഒരു ജനപ്രതിനിധി ചെയ്ത ഒരു മാതൃകാപരമായ പ്രോജക്റ്റിനകത്ത് അഴിമതി ചെയ്യാൻ പോകുന്നവർ എന്ത് അഴിമതി നടന്നു എന്ന് പറയണം. 2018 ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം 7 വർഷമായി ഈ സർക്കാരിൻ്റെ മുമ്പിൽ പല ഘട്ടത്തിൽ പരാതി കൊടുക്കുന്നു, അന്വേഷണം നടക്കുന്നു. ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന ഈ 2025 സെപ്റ്റംബർ 19-ാം തീയതി 19-ാം തീയതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ MLAയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്താ അഴിമതി? അടുത്തത്, വിദേശ സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമില്ലാത്തതിനാൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിലൊക്കെ എവിടെയാണ് വി ഡി സതീശൻ പണം വാങ്ങിയത് എന്ന് കൃത്യമായി കണ്ടെത്തി പറയാനുണ്ടോ? ഇവിടെ ജെയ്സൺ പാനികുളക്കര പറഞ്ഞ ഒരു വാദമാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്. ഒന്ന്, ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇല്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആ നിഷേധിക്കുന്നത് കുറെ കൂടി തെളിവ് സഹിതം നിഷേധിക്കണമെന്ന്. ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു യാതൊരു കഴമ്പുമില്ല എന്ന്. എന്നിട്ടും നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത് എന്തൊക്കെയാണ് തെളിവുള്ളത് എന്ന് മുന്നോട്ട് കൊണ്ടുവയ്ക്കണം. നിങ്ങളുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത്? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് MLA മാത്രമായിരിക്കുമ്പോൾ പണം കൈപ്പറ്റിയതിന് തെളിവുണ്ടോ? ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും ക്രയവിക്രയം നടത്തിയതിന് തെളിവുണ്ടോ? ഇങ്ങനെ ഒന്നുമില്ലാതിരിക്കെ വ്യക്തിപരമായിട്ട് വി ഡി സതീശനോടുള്ള ആക്ഷേപത്തിൻ്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലുള്ള ആരോപണം മാത്രമായിട്ട് ഇത് ചുരുങ്ങുക. കുറച്ച് ദിവസം മുമ്പാണ് പോറ്റി പാട്ടിനെതിരെ കേസെടുത്തിട്ട് നിങ്ങൾ ഈ സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. അവസാനം എന്തായി? അതിനുശേഷം സുബ്രഹ്മണ്യനെതിരെ മുഖ്യമന്ത്രിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു AI വിവാദം ഉണ്ടായി, കേസെടുത്തു. KPCC ഭാരവാഹിക്കെതിരെ എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ സർക്കാരിൻ്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷിച്ചിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 3-4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പോലും മറികടന്നുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നല്ല കാര്യം എന്ന് പറയാനുള്ളൂ. പണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള 3 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടും സരിതയുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു പരാതി എഴുതി വാങ്ങി CBIക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ലേ? നല്ല കാര്യം. എന്നിട്ട് എന്തുണ്ടായി? അപ്പോൾ ആ റിപ്പോർട്ടിനുണ്ടായ അതേ ഗതികേട് തന്നെ ഈ റിപ്പോർട്ടിനും ഉണ്ടാകും. മാത്രമല്ല, ഇവിടെ CBIയിലുള്ള ഈ സർക്കാരിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടി CPM നേതാക്കന്മാരും ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മറുപടി പറയണമെന്നും കൂടി എനിക്ക് പറയാനുള്ളത്. ശബരിമലയിലെ ശാസ്താവിൻ്റെ സ്വർണം കടത്തിയവന്മാരെ 6 വർഷക്കാലം പോറ്റി വളർത്തിയിട്ട് ആ കേസിൽ ഒരു അന്വേഷണം നടത്താൻ ധൈര്യമില്ലാത്തവർ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് SITയിൽ പോലും സ്വന്തം താല്പര്യക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളാണ്. യാതൊരു കഴമ്പുമില്ല എന്ന് സ്വന്തം വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തിട്ടും പുനർജനിയിൽ ഇനി എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അന്വേഷിച്ചോ?
ജീരകം ചുട്ട് കഴമ്പെടുക്കാൻ ശ്രമിക്കുന്ന അതിനേക്കാൾ പ്രയാസപ്പെട്ട ഒരു പണിയാണല്ലോ. അപ്പോൾ അതങ്ങ് നടത്ത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. അല്ലാതെ ഈ നടപടി എടുക്കും എന്നൊരു വരട്ടാതെ. ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പേടിച്ചു എന്ന് പറഞ്ഞേക്കാൻ. അത് തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ 7 വർഷക്കാലമായിട്ട് യാതൊരു തെളിവുമില്ല. നിങ്ങൾ ആരോപണ മാറ്റം മാത്രം ഉന്നയിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ മുഴുവനുണ്ട്, അന്വേഷണ ഏജൻസികൾ മുഴുവനുമുണ്ട്. ആരോപണത്തിനപ്പുറത്ത് ഈ നിമിഷം വരെ ഒരു തെളിവും ഹാജരാക്കാൻ പരാതിക്കാരനോ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിയാത്ത കാര്യത്തിൽ ഇനി ഞങ്ങൾ എന്ത് മറുപടിയാ പറയേണ്ടത് സ്മൃതി? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.